നമ്മൾ കഴിഞ്ഞ ദിവസം മോട്ടറോള പുറത്തിറക്കി അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് വിളിക്കാവുന്ന സ്മാർട്ട് ഫോൺ പരിചയപ്പെട്ടു. മോട്ടറോള എഡ്ജ് 30 അൾട്ര. ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെ കമ്പയർ ചെയ്യുന്നത് ഐഫോൺ 14 സീരീസിലെ ഫോണുകളുമായിട്ടാണ് പല ക്രിയേറ്റർമാരും. അത്തരം മികച്ച ക്വാളിറ്റി നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു മോട്ടറോള എഡ്ജ് 30 അൾട്ര. എന്നാൽ ആ ഒരു എഡ്ജ് 30 അൾട്രയോടൊപ്പം തന്നെ പുറത്തിറങ്ങിയ അത്രയും വിലയില്ലാത്ത കുറച്ചുകൂടി ലൈറ്ററായിട്ടുള്ള സ്മാർട്ട് ഫോൺ മോട്ടറോള എഡ്ജ് 30 ഫ്യൂഷൻ. നമുക്ക് പരിശോധിക്കാം മോട്ടറോള എഡ്ജ് 30 ഫ്യൂഷൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ മോട്ടറോള എഡ്ജ് അൾട്ര കണ്ട അതേ ബോക്സിൽ, ആ ടൈപ്പ് ബോക്സിൽ തന്നെയാണ് ഈ ഒരു എഡ്ജ് 30 ഫ്യൂഷനും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിന് തന്നെ ഞാൻ അൾട്രയുടെ കേസിൽ പറഞ്ഞാണ് പ്രത്യേകതകളുണ്ട്. അതായത് പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നു. സ്റ്റിക്കറുകളെല്ലാം പ്ലാസ്റ്റിക് ഒഴിവാക്കി പേപ്പറാക്കിയാണ് നിർത്തിയിരിക്കുന്നത്. പല സ്മാർട്ട് ഫോണുകളും ഇത്തരത്തിൽ പാരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിൽ സ്മാർട്ട് ഫോണുകൾ ഇറക്കുമ്പോൾ അവർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഒന്നും റിമൂവ് ചെയ്യുന്നില്ല, പകരം ചാർജർ റിമൂവ് ചെയ്യുകയാണ്. എന്നാൽ മോട്ടോറോളയ്ക്ക് ഒരു ബിഗ് തംസപ്പ് കൊടുക്കണം, ഒരു സല്യൂട്ട് കൊടുക്കണം. കാരണം പരിസ്ഥിതിക്ക് അനുകൂലമാക്കാൻ ചാർജർ ഒഴിവാക്കാതെ ഇത്തരത്തിലുള്ള ബോക്സ് മാത്രം പ്ലാസ്റ്റിക് രഹിതമാക്കിക്കൊണ്ടാണ്, എന്നാൽ ചാർജർ ബോക്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അത്തരം ഒരു മൂവ് ക്രിയേറ്റ് ചെയ്ത മോട്ടോറോളയ്ക്ക് ഒരു വലിയ തംസപ്പ്. അപ്പോൾ ഇതായിരിക്കും സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. ഇതിനകത്ത് ഈ ബോക്സിനകത്തുള്ള എല്ലാ ഭാഗങ്ങളും ഇത്തരത്തിൽ പേപ്പർ കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഇതിനകത്തുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, ഇതിൻ്റെ ഒരു സിം ഇജക്ടർ പിന്നും ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക് കേസ് നോക്കി. ഈ കേസിൻ്റെ വീതി തന്നെ നോക്കി, വളരെ കനം കുറഞ്ഞ ഒരു കേസ്. ഇത് എങ്ങനെ ഫോണിനകത്ത് ഇടും എന്നൊരു സംശയം തോന്നുന്നു ഈ കേസിൻ്റെ വീതി കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും തിന്നാണ് സ്മാർട്ട് ഫോൺ, നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഏക സാധനം എന്ന് പറയുന്നത് ഈ ഒരു കേസ് മാത്രമായിരിക്കും. അത് കഴിഞ്ഞത് ഈ ഒരു സെപ്പറേറ്റർ പേപ്പർ, അതുപോലെ ചാർജറിന് ചുറ്റും ഉള്ള റാപ്പും പേപ്പർ. പെട്ടെന്ന് ഞാൻ 89 എന്നാണ് വായിച്ചത്. ഇനി 68 വാട്ടിൻ്റെ ചാർജറാണ് ഇതിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിരിക്കുന്നത്. അതുപോലെ ചാർജ് ചെയ്യാനുള്ള കേബിൾ എന്ന് പറയുന്നത് C-to-C കേബിളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ മോട്ടറോള എഡ്ജ് 30 ഫ്യൂഷനും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ, ഈ ഒരു ചാർജിങ് കേബിൾ കാണുമ്പോൾ അറിയാം, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സ് കണ്ടൻറ്റ്. ബോക്സസ് എല്ലാം നമുക്ക് മാറ്റിവയ്ക്കാം. പെട്ടെന്ന് നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഫോൺ റാപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഐറ്റവും പേപ്പർ തന്നെയാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. അടിപൊളി മോട്ടോറോള എഡ്ജ് 30 ഫ്യൂഷൻ. നോക്കി, നല്ല രസമുണ്ട്. നേരത്തെ നമ്മൾ ആ കേസ് കണ്ടതുപോലെ തന്നെ വളരെ തിന്നായിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ബ്ലേഡ് പോലൊരു സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. എന്തായാലും എഡ്ജ് 30 ഫ്യൂഷനും കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് അധികം പ്രൈസ് മുടക്കാതെ അത്തരത്തിലൊരു കർവ്ഡ് ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. മനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം ഡിസൈൻ. നോക്കി, ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി. ബാക്കിലെ ക്യാമറയുടെ മൊഡ്യൂളൊക്കെ നല്ല രസമുണ്ട്. ഒരു ഡ്യുവൽ ടോണാണ് ആ ഒരു ക്യാമറ മൊഡ്യൂൾ നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എഡ്ജ് 30 അൾട്രയെക്കാളും കാണാൻ കുറച്ചുകൂടി ഗുഡ് ലുക്കിംഗ് ഈ ഒരു ഫോണാണെന്ന് തോന്നുന്നു. മോട്ടോറോളയുടെ ലോഗോ മോട്ടോറോള എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ തിൻ, എക്സാക്റ്റ് പറഞ്ഞാൽ വെറും 7.45 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കനം. അതുപോലെ വെയിറ്റും വളരെ കുറവാണ്, 175 ഗ്രാം. സാധാരണ ഇന്ന് വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളും 200 ഗ്രാമിന് അടുത്ത് ആണ് വെയിറ്റ് വരുന്നത്. പക്ഷേ ഇവിടെ 175 ഗ്രാം മാത്രമേ ഉള്ളൂ. അതുപോലെ ഫോണിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അലുമിനിയം ഫ്രെയിമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ആദ്യമേ പറയാം, 40,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് മോട്ടോറോള എഡ്ജ് 30 ഫ്യൂഷൻ ലഭിക്കുന്നത്. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ ബാക്ക് ഗ്ലാസ്, അതുപോലെ അലുമിനിയം ഫ്രെയിം, അതൊക്കെ വളരെ റെയറാണ്. അലുമിനിയം ഫ്രെയിമും ഒക്കെ ആയിട്ട് വരുന്ന സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോലും. അതുപോലെ ഈ ഒരു മുകൾ ഭാഗത്ത് ഇതുപോലെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്നിതുപോലെ എഴുതിയിട്ടുണ്ട്. വളരെ തിൻ, അതാണ് എന്നെ ഇതിനകത്ത് ഏറ്റവും ഞെട്ടിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് മോട്ടോറോള എഡ്ജ് 30 ഫ്യൂഷൻ. അപ്പോൾ നമുക്കിനി ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ മോട്ടോറോള എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തു, ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്തു. ആദ്യം നമ്മൾ ഇതിൻ്റെ സ്ക്രീൻ ഓൺ ആകുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ ബെസൽലെസ് ആയിട്ടുള്ള ഡിസ്പ്ലേ. ഇതിൻ്റെ താഴെ ചിഹ്നം എന്നറിയപ്പെടുന്ന ഭാഗത്തിൻ്റെ ഈ ഒരു കനം നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ എത്ര ഉണ്ട്, വളരെ കനം കുറവാണ്. ഓക്കെ, ബിലോ ആവറേജ് നമ്മൾ പല സ്മാർട്ട് ഫോണിലും കാണുന്ന സൈസിനേക്കാളും ചെറിയ ചിഹ്നമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഏറ്റവും മുകൾ ഭാഗം നോക്കി, ഈ ഡിസ്പ്ലേക്ക് മുകളിലുള്ള ആ സൈസ് വളരെ കുറവാണ്. പിന്നെ അതുപോലെ എഡ്ജ് ഈ പറഞ്ഞ കർവ്ഡ് ആയതുകൊണ്ട് തന്നെയും ഈ ഒരു ഭാഗത്തും ബെസൽ തന്നെ ഇല്ല എന്ന് പറയാം. ഒരു മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. 6.55 ഇഞ്ചിൻ്റെ എൻഡ്ലെസ് എഡ്ജ് ഡിസ്പ്ലേ. എൻഡ്ലെസ് എഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർവ്ഡ് ഡിസ്പ്ലേക്ക് മോട്ടോറോള പറയുന്നതാണ് എൻഡ്ലെസ് എഡ്ജ് ഡിസ്പ്ലേ. അതുപോലെ ഇതിനകത്ത് എഡ്ജ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് ഫോൺ നമ്മളിങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് കോളൊക്കെ വരുമ്പോൾ അത് മോട്ടോറോളയുടെ എഡ്ജ് 30 അൾട്രയിലും ഉണ്ടായിരുന്നു.
ഈ സൈഡിൽ ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും, നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഈ സൈഡിൽ, ഈ കർവ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഗ്ലാസ് വന്നിട്ട് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതും വലിയ കാര്യം, പോറലുകളൊന്നും ഏൽക്കില്ല. മാത്രമല്ല ഇത് POLED ഡിസ്പ്ലേ ആണ്. അപ്പം AMOLEDക്കാളും മുന്നിൽ നിൽക്കുന്നു. കളർ കുറച്ചുകൂടി ഷാർപ്പായിരിക്കും, ബ്ലാക്കൊക്കെ നല്ല പ്യുവർ ബ്ലാക്ക് ആയിരിക്കും. അതുപോലെ 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. നമ്മൾ കണ്ടുവരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളും 8 ബിറ്റ് ഡിസ്പ്ലേ ഉള്ള ഫോണുകളാണ്. ഇത് 10 ബിറ്റ് ആണ്. അതായത് ഇതിനകത്ത് ഉൾപ്പെടുന്ന കളറുകളുടെ എണ്ണം 8 ബിറ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും 10 ബിറ്റ്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 144 ഹെഡ്സ് ആണ്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് AMOLED മാത്രമേ വരത്തുള്ളൂ, 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരാറുണ്ട്. പക്ഷേ ഇവിടെ 144 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ആണ്. അത് 30 അൾട്രയിലും അതുപോലെ തന്നെ ആയിരുന്നു. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന് മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് 1100 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. കൂടാതെ HDR10+ൻ്റെ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ് മോട്ടറോള എഡ്ജ് 30 ഫ്യൂഷനിലും. ഏതാണ്ട് അൾട്രയ്ക്ക് സമാനമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെ ഈ ഒരു 30 ഫ്യൂഷനിലും കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിശേഷം. അത്രയും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. സാധാരണ ഇത്തരത്തിൽ 2 സ്മാർട്ട് ഫോണുകളൊക്കെ ഒരേ സീരീസിലേക്ക് ഒരു ബ്രാൻഡ് കൊണ്ടുവരുമ്പോൾ ഒന്ന് അൾട്രയ്ക്ക് മാത്രമായിരിക്കും നോർമലി ഇത്തരത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ കൊടുക്കുന്നത്. 30 ഫ്യൂഷൻ വേണമെങ്കിൽ സാധാരണ എന്താ ചെയ്യുക, ഫ്ലാറ്റ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരും. പക്ഷേ ഇവിടെ കർവ്ഡ് ഡിസ്പ്ലേനെ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് വലിയ ഹൈലൈറ്റ് ആയിട്ട് വീണ്ടും എടുത്ത് പറയുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ആണ് മറ്റൊരു പ്രധാന ഹൈലൈറ്റ്. നമുക്കറിയാം മോട്ടോറോള സ്മാർട്ട് ഫോണുകൾ ഈ പറഞ്ഞ പോലെ ഒരു പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിലാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെയും ആൻഡ്രോയിഡ് 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് അത് വേറെ ലെവലാണ്. ഒരുപാട് ബ്ലോട്ട് വേസുകളൊന്നുമില്ല ഇതിനകത്ത്. ആകെ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ഗൂഗിളിൻ്റേതല്ലാത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് മാത്രമാണ്. കണ്ടില്ല, ബാക്കി ഇത്രയും ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. മോട്ടോറോള സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്കറിയാം വളരെ മികച്ച ബാറ്ററി ലൈഫ് ആയിരിക്കും മോട്ടോറോള സ്മാർട്ട് ഫോൺ നൽകുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോട്ട് വെയറുകൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ട്, ഉറപ്പാണ് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ആവും. ഇവിടെ ഇത്രയും മാത്രം ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററി അങ്ങനെ തന്നെ നിൽക്കും നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ. ആൻഡ്രോയിഡിൻ്റെ 13-നും 14-നും അപ്ഡേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോട്ടോറോള ഉറപ്പായിട്ടും പറയുന്നുണ്ട്. അതുപോലെ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും മോട്ടോറോള ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകും. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞാൽ അതും ഇൻ ഡിസ്പ്ലേ തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് വളരെ ഫാസ്റ്റുമാണ്. ഒരു ചെറിയ ടച്ചിൽ തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. എന്തായാലും ഇൻ ഡിസ്പ്ലേ നൽകിയിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. പക്ഷേ ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ പൊസിഷനിങ് കുറച്ച് താഴെയാണ്. നമ്മൾ ഇച്ചിരി സ്ക്രീൻ സൈസ് കൂടിയൊരു ഫോണല്ലോ, അപ്പോൾ കൈ വിരൽ കണ്ടില്ലെങ്കിൽ താഴെ കൊണ്ടുവരണം. കുറച്ചുകൂടെ മുകളിലത്തെ ഈ ഒരു ഭാഗത്തായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു അല്ലേ. അത് അൾട്രയിലും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഉള്ളത് വളരെ ഫാസ്റ്റാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് നൽകിയിരിക്കുന്നത്. വൈഫൈയുടെ ലേറ്റസ്റ്റ് വെർഷൻ വൈഫൈ 6Eയുടെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ IP52 വാട്ടർ റിപ്പല്ലൻ്റ് ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. അതായത് വെള്ളത്തുള്ളികളൊക്കെ വീണാൽ ചേമ്പലയിൽ വെള്ളം വീഴുന്ന പോലെ ഒരു ഹൈഡ്രോഫോബിക് എഫക്റ്റ് സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ടെന്ന് ചുരുക്കം. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടർ പ്രീ അപ്ലൈഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയും ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ അത്ര ഒരു ക്വാളിറ്റി ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്ക്രീനിൽ അതുകൊണ്ട് തന്നെയും പതിയുന്നു. ഒരു പക്ഷേ ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ വലിച്ചൂരി കളഞ്ഞാൽ അത്രയും ഫിംഗർ പ്രിൻറ്റ് ഡിസ്പ്ലേയിൽ വരില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഒരു സ്പീക്കർ ബോട്ടം ഫയറിങ്ങിലും രണ്ടാമത്തെ സ്പീക്കർ ഇയർ പീസിലുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള സ്റ്റീരിയോ ക്വാളിറ്റി, സത്യസന്ധമായിട്ടാണ് പറയുന്നത്. മനോഹരമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി, ഒന്നും പറയാനില്ല. വളരെ പ്രീമിയവും റിച്ച് ആയിട്ടുള്ളൊരു സൗണ്ട് ക്വാളിറ്റി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സൗണ്ട് ബാലൻസിങ് അത്ര പക്ക എന്നൊന്നും പറയുന്നില്ല. അതുപോലെ വോളിയം ഭയങ്കര വോളിയം ഇല്ല. പ്രീമിയം സൗണ്ടാണ്, പക്ഷേ വോളിയം ഭയങ്കര കൂടുതലില്ല. കാതടപ്പിക്കുന്ന വോളിയം ഇല്ല. ക്വാളിറ്റിയുള്ള സൗണ്ട്, ക്വാളിറ്റിയുള്ള വോളിയം. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സൗണ്ട് ക്വാളിറ്റി ഇത്രയും റിച്ചായി മാറുന്നതെന്ന് തോന്നുന്നു. അതുപോലെ സ്നാപ്ഡ്രാഗൺ സൗണ്ട് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നമ്മളിതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, കീബോർഡിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു വൈബ്രേഷൻ, അതും മനോഹരം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. ഇനി ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്, നോക്കിയേ, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്ക്രീനിലൂടെ കണ്ട് തന്നെ അത് മനസ്സിലാക്കാം. ഞാൻ ഒന്നും ഇതിനകത്ത് പറയേണ്ട കാര്യമില്ല. എസ്പെഷ്യലി ഈ ഒരു ഫ്രണ്ട് ക്യാമറയുടെ സൈസ് നോക്കി ഒരു കടുക് മണി വലിപ്പമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ആ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസിനെ മറക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും ചെറിയ വൈബ്രേഷൻ പോലെ എന്തെങ്കിലും ഡിസ്പ്ലേ കാണുന്നുണ്ടെങ്കിൽ അത് ഫോണിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ക്യാമറയുടെ FPS-ഉം ഇതുമായിട്ടുള്ള സപ്പോർട്ടിൻ്റെ ചില വ്യത്യാസങ്ങളാണ്. ഫോണിൻ്റെ റിഫ്രഷ് റേറ്റും ക്യാമറയുടെ FPS-ഉം കറക്റ്റ് മാച്ച് ആയില്ലെങ്കിൽ അത്തരത്തിൽ അതിൻ്റെ ഒരു ചെറിയ വൈബ്രേഷൻ പലപ്പോഴും ലൈൻസ് പോലെ നമുക്ക് ചിലപ്പോൾ കാണാറുണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ.
നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഈ പറഞ്ഞ 10 ബിറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയും അതിമനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 888+ എന്ന 5G പ്രോസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇന്ന് 5G ഫോണുകൾ പലതും പേരിന് വേണ്ടി 1-2 5G ബാൻഡുകൾ ഉൾപ്പെടുത്തുമ്പോൾ അവിടെയും മോട്ടോറോള വ്യത്യസ്തമാവുകയാണ്. ഏറ്റവും കൂടുതൽ 5G ബാൻഡ് ഉൾപ്പെടുത്തുന്ന ഒരു ബ്രാൻഡ് ഇപ്പോൾ മോട്ടോറോളയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഞാനിതൊന്നും മോട്ടോറോളയെ പൊക്കി പറയാൻ വേണ്ടി പറയുന്നില്ല, ഉള്ള സത്യം തുറന്നു പറയുന്നതൊന്ന് മാത്രമാണ്. 13 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുമായിട്ടാണ് നമുക്ക് മോട്ടോറോള എഡ്ജ് 30 ഫ്യൂഷൻ വരുന്നത്. ഇന്ത്യയിൽ തന്നെ ആകെ 12 5G ബാൻഡുകളുടെ വിന്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെയാണ് 13 ബാൻഡുമായിട്ട് മോട്ടോറോള അൾട്രയും ഈ പറഞ്ഞ എഡ്ജ് 30 ഫ്യൂഷനും ഒക്കെ വന്നിരിക്കുന്നത് എന്ന് എടുത്ത് ഓർമ്മിക്കട്ടെ. ഒറ്റ വേരിയൻ്റേ ഉള്ളൂ, 8GB റാം, അതും LPDDR5 റാമാണ് നൽകിയിരിക്കുന്നത്. 128GB ഇൻറ്റേർണൽ മെമ്മറിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് നൽകിയിരിക്കുന്നത്. അതും UFS 3.1 ആണ്. അൾട്രയിൽ പറഞ്ഞതുപോലെ 128 എന്നുള്ളത് ഒരു 256GB മിനിമം കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കാര്യം ഇതിന് ഈ പറഞ്ഞ എക്സ്പാൻഡബിൾ സ്റ്റോറേജും ഉണ്ടാകില്ല. ഇതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലായതുകൊണ്ട് തന്നെയും മെമ്മറി കാർഡ് ഇടാനുള്ള സാധ്യത ഇതിനകത്തും കാണില്ല. കാര്യം അൾട്രയിലും ഉണ്ടായിരുന്നില്ല. ഇതിനകത്തും മെമ്മറി കാർഡ് ഇടാൻ സാധ്യതയില്ല. ഡ്യുവൽ നാനോ സിം കാർഡായിരിക്കും നോർമലി വരിക. നോക്കട്ടെ, യെസ്, ഡ്യുവൽ നാനോ സിം കാർഡ് മാത്രമേ ഇടാൻ പറ്റൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ ഈ പറഞ്ഞ ഒരു 256 ഇൻറ്റേർണൽ മെമ്മറി സ്റ്റോറേജ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. കൂടുതൽ ഫോട്ടോയും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നവർക്ക് അത്രയും ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയെന്നൊരു അഭിപ്രായമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈമറി ക്യാമറ വന്നിട്ട് 50 മെഗാപിക്സലിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അവിടെയാണ് അൾട്രയുമായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത്. അൾട്ര 200 MB ക്യാമറയുമായിട്ടാണ് ലോകത്ത് തന്നെ ആദ്യമായി 200 MB ക്യാമറയായിട്ട് വന്ന സ്മാർട്ട് ഫോൺ ആയിരുന്നു മോട്ടോറോള എഡ്ജ് 30 അൾട്ര. വീഡിയോ കണ്ടില്ലെങ്കിൽ അത് കാണണം. നമ്മളിതിൻ്റെ CAD ഇവിടെ ഈ ഭാഗത്ത് കൊടുത്തേക്കാം. അതുപോലെ സെക്കൻഡറി ക്യാമറയായിട്ട് 13 മെഗാപിക്സലിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. അത് 120 ഡിഗ്രി വൈഡ് ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ സാധിക്കും. ആ ക്യാമറ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്രോ ഷോട്ടുകൾ എടുക്കാൻ സാധിക്കും. പിന്നീട് ഒരു ഡെപ്ത് സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. സെൽഫി എടുക്കാനായിട്ട് 32 മെഗാപിക്സലിൻ്റെ സെൽഫി സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ മാക്സിമം 8Kയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. 1,40,000 രൂപ കൊടുത്ത് വാങ്ങുന്ന മിനിമം വേരിയൻ്റ് ആയിട്ടുള്ള iPhone 14 Pro Maxൽ പോലും ഇപ്പോഴും 8K റെസൊല്യൂഷൻ സപ്പോർട്ട് വന്നില്ല എന്നുള്ളത് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തൊന്ന് വായിക്കണേ. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ 4400 mAh ആണ്. അതുപോലെ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. 4400 mAh എന്ന് കേട്ട് നെറ്റി ചുളിക്കാൻ വരട്ടെ. കാരണം 5000 mAh ഇല്ല എന്ന് പലരും ചിലപ്പോൾ വിചാരിക്കും നോർമലി. ഈ ഒരു 4400 എന്ന് പറയുന്ന ഒരു 5500 mAhൻ്റെ സാധാരണ സ്മാർട്ട് ഫോണുകളിലെ പ്രയോജനം ചെയ്യും. കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാറ്ററി ഡ്രെയിനിങ് വളരെ കുറവായിരിക്കും. കോസ്മിക് ഗ്രേ, സോളാർ ഗോൾഡ് എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇതിനകത്ത് കോസ്മിക് ഗ്രേ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് സ്റ്റാൻഡേർഡ് കളർ എങ്കിലും സോളാർ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി കളറാണ്, ഒരു ഐ ക്യാച്ചിങ് കളറാണ്. ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു വെറൈറ്റി കളറുമായിട്ട് മോട്ടോറോളയുടെ ഒരു സ്മാർട്ട് ഫോൺ തന്നെ വരുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ പ്രൈസിംഗ് ആണ് പറയാനുള്ളത്. ഒറ്റ വേരിയൻ്റേ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്, 8GB 128GB. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 39,999 രൂപയാണ്. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് ഇതൊരു മനോഹരമായിട്ടുള്ളൊരു ബൈ ആയിരിക്കും. 40,000 രൂപ മുടക്കാൻ സാധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് മോട്ടോറോള എഡ്ജ് 30 ഫ്യൂഷൻ. പക്ഷേ ക്യാമറയിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ പുലർത്തരുത്. ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഓക്കെ എന്നേ പറയാൻ പറ്റൂ. പക്ഷേ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്, മികച്ച ഒരു ഡിസൈൻ, കാണാൻ ഗുഡ് ലുക്കിംഗ് അല്ലേ, മികച്ച സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ഒരുവിധം ആവറേജ് ക്യാമറ അല്ലേ, മികച്ച ബാറ്ററി ലൈഫ്, ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ് 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നതെങ്കിൽ എഡ്ജ് 30 ഫ്യൂഷൻ തന്നെ വാങ്ങാം.